ഹായ്, നമസ്കാരമുണ്ട് രജിസ്റ്റർ മാഷേ. നമസ്കാരമുണ്ട്. എന്തായാലും സന്തോഷത്തിലാണല്ലോ. വളരെ സന്തോഷം. ഈ വെള്ളിയാഴ്ച ഒന്ന് ലെവല് മാറും അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ജാതകമൊക്കെ ഒന്ന് മാറും. കാരണം നിങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ. ഒരു കഥ പറയുന്ന നേരം അല്ലേ? ഒരുപാട് താരങ്ങളുണ്ടല്ലോ. ഒരുപാടുണ്ട്. കാരണം മലയാളത്തിന്റെ സീമാജി നായർ, ചേച്ചിയുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടേക്കുന്നതാണ്. അതുപോലെ മോളിയമ്മ, മോളി കണ്ണമാലി ചേച്ചി വേറെ ലെവലാണ്. ശോഭിച്ചേട്ടൻ, പിന്നെ നാരായണൻകുട്ടി ചേട്ടൻ, പിന്നെ അതുപോലെ തന്നെ ചാലി പാലച്ചേട്ടൻ, അരിസ്റ്റോ ചേട്ടൻ. അരിസ്റ്റോ ചേട്ടനൊക്കെ പാട്ട് പാടിയുണ്ടോ? ആ ചേട്ടനൊക്കെ എന്താ വേറെ ലെവലാണ്. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ റോഷ്നി അല്ലേ? ഹീറോയിനാണ്. അത് ശരി, നമ്മുടെ മുരളി സാറിന്റെ അല്ലേ? മധുസാറിന്റെ അല്ലേ? സോറി, മധുസാറിന്റെ മകളാണ്. അപ്പൊ ആ കുട്ടി കുറെ സിനിമകളിലൊക്കെ ഉണ്ടല്ലോ. കുറെ സിനിമകളുണ്ട്. ഇപ്പൊ ഇതിലാണ് ഹീറോയിനായിട്ട് വന്നിരിക്കുന്നത്. മധുസാറെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവം, അയാള് സിനിമകളിലൊക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. പിന്നെ അതിലൊരു VM വിനസാറിന്റെ സൂര്യൻ നമ്മള് എന്താ പറയാ, ജയറാമേണ്ട ഒരു ആക്ഷൻ സിനിമയായിരുന്നു. അതായത് ആ വടിവാളൊക്കെ പിടിച്ചു തന്നെ ഒരു സ്റ്റില്ല് ഭയങ്കര ശ്രദ്ധ നേടിയൊരു ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ അന്നത്തെ ആ ലുക്കില്ലേ, വേഷം, ബാലേട്ടൻ, സൂര്യൻ, അവര് വിജയ ചിത്രങ്ങളായിരുന്നു വിനസാറിന്റെ. ഒരു പാട്ടും പാടിയിട്ടുണ്ട്. അയ്യോ, അപ്പൊ ഇനി വേറെ ഇത് കഴിഞ്ഞ് വേറെ ലെവലിലേക്ക് പോയല്ലേ? എന്റെ ദൈവമേ, അടിപൊളി. അപ്പൊ ഈ നിർമ്മാണത്തിൽ നിന്നും അഭിനയത്തിൽ നിന്നും എല്ലാം മാറി പാട്ടിലേക്ക് മാറിയിരിക്കുകയാണോ? എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അപ്പൊ ഇത് വ്യത്യസ്തമായ ഒരു പ്രമേയമാണ്. കാരണം നമ്മളാരും പൊക്കി പറയുന്നതല്ല, ഈ സിനിമ കാണുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഒരു കുഞ്ഞു മൂവിയാണ്, പക്ഷെ ഇതിനകത്ത് എല്ലാ ചേരുവകളും ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്നത് കുഞ്ഞു മൂവിയാണ്. കുഞ്ഞു മൂവി എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. എന്തായാലും നായകനായിട്ടാണ് വരുന്നല്ലേ? ഇതില് നായകനായിട്ടല്ല, നായിക കഥാപാത്രമായിട്ട് ചെയ്യേണ്ടി വന്നു. ഞാൻ ചെയ്യാൻ വേണ്ടി എഴുതിയതല്ല ഇത്. ശരിക്കും അതൊരു വേറൊരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇതിലേക്ക് ഞാൻ വന്നു. അത് ശരിയല്ല, ഞാൻ പറയട്ടെ, ഒരു നിമിത്തമാണ്. പണ്ട് ബാലചന്ദ്ര മേനോൻ സാറ്, ഞാനിപ്പോ ഉദാഹരണം പറയാം, അദ്ദേഹം ചില സിനിമകളിൽ എഴുതി വെക്കുന്ന ആർട്ടിസ്റ്റുകള് വേറെ ആയിരിക്കും. ആ സമയത്ത് ഇവർക്ക് ഡേറ്റ് കിട്ടില്ല, സാറ് തന്നെ അഭിനയിക്കും. അത് കുറച്ചു പേർക്ക് അറിയുള്ളൂ. ശരിക്കും ഇത് അങ്ങനെ വന്നതാണ്. അത് കുറച്ചു പേർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ചിലർ ചോദിച്ചു, ഈ പുള്ളി ഡയറക്ടറിനല്ല പറഞ്ഞ പുള്ളി നായകനാണ്. സത്യത്തിൽ അതുകൊണ്ടല്ല, ഡേറ്റ് കിട്ടില്ല. ഈ പടം പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്ന ആളുകൾ വെയിറ്റ് ചെയ്യില്ല, പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം. സിനിമ നടക്കാൻ വേണ്ടി സത്യം പറയാം, എന്തൊക്കെ ഒരു നിമിത്തം ഉണ്ടല്ലോ. അല്ല, സാറിനെല്ലാം കിട്ടിയിട്ടുണ്ട് സിനിമയിലും അല്ലേ? എന്തായാലും സാറിന്റെ ഒരു അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ പടത്തിന്. തീർച്ചയായിട്ടും. അപ്പം എന്റെ സംവിധാന മേഖലയിലെ ഇപ്പം ഫസ്റ്റ് പടം പ്രണയതീർത്ഥം 2012 റിലീസായി. പടത്തില് കഴിഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ഇതിന് ശേഷം ഒരു പടം പ്ലാൻ ചെയ്യുന്നതായിട്ട് ഓഗസ്റ്റില് ഷൂട്ട് തുടങ്ങും. ശരി. എന്തായാലും നിങ്ങൾ പുതുമുഖങ്ങൾക്ക് ഏറെ പ്രധാനം കൊടുക്കുന്നു. തീർച്ചയായിട്ടും. കാരണം അവരുടെ വിഷമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം ഒരുപാട് പേര് കഷ്ടപ്പെട്ട് വരുന്നുണ്ട് അഭിനയിക്കാനായിട്ട്. വീട്ടിൽ നിന്നും പരിഹാസങ്ങളും കേട്ട് ഇറങ്ങി തിരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിത്തീരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ എന്തായാലും ഒരു കുഞ്ഞു വേഷമാണ് കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷം, എന്തായാലും അതിനൊരു ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. വെള്ളിയാഴ്ച ഞങ്ങൾ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പൊ റൈസ് സിദ്ദിഖ് അല്ലേ? സിദ്ദിഖ്. അപ്പം മലയാള സിനിമയിലെ ആ നായകന്മാരിലെ ഒരു പേരും കൂടി വരട്ടെ. അതിൽ റോഷ്നി മോളുടെ പേര് വരട്ടെ. തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ. അപ്പൊ അതുപോലെ കഴിഞ്ഞ സാറിന്റെ പുള്ളി സാറിന്റെ പടങ്ങളെ അപേക്ഷിച്ച് നമുക്കറിയാം എല്ലാ ഹിറ്റുകളാണ്. ചോദിക്കുക, അപേക്ഷിച്ച് എല്ലാം ഹിറ്റുകളാണ്. അപ്പൊ ഈ ഹിറ്റും കൂടെ ഒരു പൊന്തൂവലായി മാറട്ടെ. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ. ഞങ്ങളെ പോലുള്ള സിനിമയെ സ്നേഹിക്കുന്ന കൊച്ചു കലാകാരന്മാരുടെയും അനുഗ്രഹം ഈ സിനിമയ്ക്ക് ഉണ്ടാവും. നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും ഒരു സപ്പോർട്ട് ചെയ്തതിന് വളരെ കൂടെ ഉണ്ട്. കട്ട സപ്പോർട്ട് ഉണ്ട്. അഭിലാഷാട്ടയും ഞങ്ങൾ എന്റെ കൂടെ ഉണ്ട്. വളരെ സന്തോഷം. ഞാനും ഒരു സിനിമ ചെയ്തായിരുന്നു, കോളനി. മാസ്റ്റർ മനാഫ് അതിനാടിന്റെ ഒരു കോളനി മൂവി നായകനായിട്ട് ചെയ്തത്. പയ്യാന OTT-ലാണ് റിലീസ് ചെയ്ത്. തിയേറ്റർ മൂവി ആയിരുന്നു. പക്ഷെ അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ വലിയ മൂവീസ് വന്നപ്പോൾ കിട്ടാൻ പറ്റുന്നൊരു പാട് വന്നപ്പോൾ OTT-ലേക്ക് മാറി. പാഷാൺ ഷായി ചേട്ടൻ, മോളി കണ്ണമാലി ചേച്ചി, മോളിയമ്മ എന്റെ അമ്മയായിട്ടാണ് ചേച്ചി. വേറെ ലെവലാന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി ചേച്ചി സഹകരിക്കും. എന്ന് വെച്ചാൽ എല്ലാവരെയും സപ്പോർട്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് പടത്തിന്. ഓക്കെ, ഹായ്, നമസ്കാരമുണ്ട്. അഭിലാഷ് ആട്ടയമാണ്. ഒരു സന്തോഷമായ നിമിഷമാണ് ഇന്ന്. ഈ വരുന്ന വെള്ളിയാഴ്ച എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ആരുടെയും ജാതകം മാറി മറയുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഒരു സിനിമ റിലീസാവുകയാണ്. ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകൾ കൊണ്ടും അവരുടെ പ്രയത്നം കൊണ്ടും ഒരു സിനിമ വെള്ളിയാഴ്ച റിലീസാവുകയാണ്. നമ്മുടെ എല്ലാവരും സപ്പോർട്ട് വേണം. അതിലുപരി മലയാള സിനിമയിലെ കഥയും തിരക്കഥയും നായകനും
എല്ലാ രീതിയിലും ഒരു കൊച്ചു ബാലചന്ദ്രമേനോൻ മലയാള സിനിമയ്ക്ക് ഉയർന്നു വരികയാണ്. റയീസ് സിദ്ദീഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ തന്നെ നിരവധി സ്റ്റേറ്റ് അവാർഡുകൾ ലഭിച്ച് വാസ്തവം, അയാൾ, അങ്ങനെ ഒരുപാട് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ഒരു നിർമ്മാണം. അതുമാത്രമല്ല, സിനിമയെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മധുസൂദൻ സാറ് ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ സിനിമ ഒരു കഥ പറയും നേരം എന്ന സിനിമ ഒരുപാട് താരങ്ങളുള്ള സിനിമയാണ്. നമ്മുടെ മോളിയമ്മ, മോളി ചേച്ചി, അതുപോലെ തന്നെ നാരായണൻകുട്ടി ചേട്ടൻ, ചാലിപ്പാല, പ്രത്യേകിച്ച് പറഞ്ഞാൽ സീമാജി നായർ, ഇവരെല്ലാം ചേരുന്നൊരു ഫാമിലി മൂവിയാണ്. അതുപോലെ മധുസൂദനൻ സാറിൻ്റെ മോളാണ് സിനിമയിൽ നായികയായിട്ട് എത്തുന്നത്. കുട്ടി ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ട്. ഈ സിനിമയിൽ നായികയായിട്ട് വരികയാണ്. ഒരു പുതിയ നായിക മലയാളത്തിന് സമ്മാനിക്കുകയാണ്. ആ കുട്ടിയുടെ പേര് റോഷ്നി മധു. അപ്പം റോഷ്നിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഈ ജോഡി ഇനിയും അടുത്ത സിനിമകളോടെല്ലാം വരട്ടെ, നല്ല ജോഡിയായിട്ട് മാറട്ടെ. സിനിമയ്ക്കും അതുപോലെ മ്യൂസിക് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ പാട്ടൊക്കെ കേട്ടും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ കാത്തിരിക്കുകയാണ് സിനിമ കാണാൻ. അപ്പോൾ അതിലെ കുറച്ച് വിശേഷങ്ങളായിട്ട് നമുക്കൊന്ന് പോവാം. കുറച്ച് വ്യക്തികൾ നമ്മളോടൊപ്പം ഉണ്ട്. നായകനുണ്ട്, പ്രൊഡ്യൂസറുണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ വിശിഷ്ടപ്പെട്ട നമ്മുടെ സിനിമ റിവ്യൂ പറയുന്ന അലിൻ ജോസ് ബെരേരയുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളും അതുപോലെ ഈ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഒന്ന് കടന്നു പോവാം. നമസ്കാരം. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് മധുസൂദനൻ മാവേലിക്കര സാറുണ്ട്, നമ്മുടെ പ്രൊഡ്യൂസറാണ്. നമ്മുടെ പടത്തിൻ്റെ പേരെന്താണ്? ഒരു കഥ പറയും. ഒരു കഥ പറയും നേരം. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ ആയിട്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് എൻ്റെ ഇത്, ആക്ടേഴ്സിനെ പ്രൊഡ്യൂസറിനെ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുക. അപ്പോൾ ഈ പടം ഒരു കഥ പറയും നേരം എന്ന് പറഞ്ഞ പടം ഒരു കഥ മാത്രമല്ല, പല പല കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നായകൻ നമുക്ക് പരിചയപ്പെടാം. ഹായ് സാറിൻ്റെ നെയിം എന്താണ്? അപ്പോൾ റയീസ് സിദ്ദീഖാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. റയീസ് സിദ്ദീഖ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ ഒരു കഥ പറയും നേരം ഈ വരുന്ന വെള്ളിയാഴ്ച അല്ലേ, ജൂൺ 14 അപ്പോൾ ഒരുപാട് മലയാള സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് താങ്കളുടെ ഒരു വലിയ ചെറിയ സിനിമ എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനോട് എന്താ പ്രതികരണം? സിനിമ എന്തായാലും എല്ലാവരും പോയി കാണണം, വിജയിപ്പിക്കണം, അതാണ് പറയാനുള്ളത്. ആണല്ലേ. ഈ സിനിമയിലേക്ക് എത്തിയ എങ്ങനെ? താങ്കൾ നേരത്തെ എന്തെങ്കിലും വെബ് സീരീസോ ഷോർട്ട് ഫിലിംസോ ചെയ്തിട്ടുണ്ടായിരുന്നു? വെബ് സീരീസും ഷോർട്ട് ഫിലിംസും ചെയ്തിട്ടില്ല. കുറേ മ്യൂസിക് ആൽബംസും പിന്നെ ചെയ്തു. കഴിഞ്ഞ് 2018 ഒരു പടം ചെയ്തിരുന്നു, പ്രണയതീർത്ഥം എന്ന സിനിമ ചെയ്തു. 2018 പ്രണയതീർത്ഥല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ മധുസൂദൻ സാറിലേക്ക് വരാം. അപ്പോൾ സാറ് എങ്ങനെയാണ് ഈ ഒരു കഥ പറയുന്ന നേരം എന്ന പടത്തിലേക്ക് എത്തിയത്, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്? അത് ഈ കഥ വന്ന് വീട്ടിൽ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ സിനിമകൾ എടുത്തത്. ഏകദേശം എൻ്റെ 17ാമത്തെ സിനിമയാണ്. അതെ. അപ്പോൾ ഈ 17ാമത്തെ സിനിമയിൽ എല്ലാ സിനിമകളിലും വെറൈറ്റി കഥകളാണ്. ഒന്ന് അല്ലാതെ രൂപങ്ങളില്ലാത്ത മറ്റ് ടച്ചില്ലാത്ത കഥകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോ കഥകളും ഓരോ സിനിമയും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ സിനിമ ഏത് സിനിമയാണ് ശ്രദ്ധിക്കപ്പെട്ടത് സാർ ചെയ്തതിൽ? എൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതെന്ന് പറയുന്നത് വാസ്തവമാണ്. പിന്നെ നമ്മുടെ രാജുവേട്ടനല്ലേ, പൃഥ്വിരാജിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതുപോലെ തന്നെ അയാൾ, അതിനുശേഷം എടുത്ത സിനിമ ഞാനും തമ്മിലാണ്. അല്ല അയാൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് രാജുവേട്ടനാണ്? അല്ല, അതിനകത്ത് സിദ്ദിഖ് ലാലാണ്. അയാള് നമ്മുടെ സിദ്ദിഖ് ലാൽ, ലാലും പിന്നെ നമ്മുടെ ലെന, അങ്ങനത്തെ കുറച്ച് ഇന്റിമസി ആയിട്ടുള്ള ലെന, പിന്നെ ലക്ഷ്മി ശർമ്മ, അങ്ങനെ ഒരു നിരകളാണ്. വേറിട്ടൊരു സിനിമയായിരുന്നു, വേറിട്ടൊരു പ്രമേഹമായിരുന്നു. അതെ അതെ അതെ. അത് അതിന് 5 സ്റ്റേറ്റ് അവാർഡാണ്, 5 പേർക്കാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ആ സിനിമയ്ക്ക്. ആ സമയത്താണോ ഷട്ടർ റിലീസ് ചെയ്തത്? എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ആണല്ലേ. ഇപ്പൊ കുറെ ഗ്യാപ്പ് ഉണ്ടല്ലേ ഇപ്പൊ സിനിമയില്? ഞാനോ? അല്ല, ഞാൻ അതിനുശേഷം പിന്നീട് വീണ്ടും സിനിമകൾ എടുത്തുകൊണ്ടിരുന്നു. ഇപ്പൊ പിന്നെ ഇതിനു മുൻപ് എടുത്തത് കാക്കത്തുരുത്ത് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. കാക്കത്തുരുത്ത് അതിന് അനേകം അവാർഡുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ കിട്ടിയില്ല, മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ തമിഴ്നാട്, പിന്നെ കർണാടക, അതുപോലെ തന്നെ അമേരിക്കയിൽ, അവിടെ വെളിയിലാണ് ഏറ്റവും കൂടുതൽ, വെളിനാട്ടിലാണ്. ചോദിക്കാനുള്ളത്, ഒരു കഥ പറയുന്ന സിനിമയിലെ മ്യൂസിക് ആരാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്? മ്യൂസിക് ഒന്ന് നമ്മുടെ 3 പേരാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. 3 പേരിൽ ഒന്ന് നമ്മുടെ ബിനു ചാത്തന്നൂർ, പിന്നെ രണ്ടാമത് ചെയ്തിരിക്കുന്നത്
ഒരു തമിഴ് ആളുണ്ടല്ലോ. അപ്പോൾ പാട്ടൊക്കെ പഠിക്കുന്നവരാ സാറ്? പാട്ട് പാടിയിരിക്കുന്നത് ഒന്ന് നമ്മുടെ ബിനോ ചാത്തന്നൂരും, രണ്ടാമത് PC ശിവൻ. PC ശിവൻ തമിഴ് ആളാണ്. ഇതിൽ BGM ഒക്കെ ഉണ്ടോ പടത്തിൽ? BGM ഉണ്ട്. BGM അത് നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കണ്ടെങ്കിലേ അറിയാം, സിനിമ കാണണം, കണ്ടെങ്കിലേ അറിയാം. പിന്നെ ട്രെയിലറിൽ ഒരുപാട് പാട്ടുകളുണ്ട്, അതിൻ്റെയൊക്കെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുന്നത് നല്ല അതിനകത്തിലെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് വാഗമണ്ണും കുട്ടിക്കാനവുമാണ്. അപ്പൊ അറിയാമല്ലോ, വാഗമണ്ണും കുട്ടിക്കാനത്തിന്റെ കഥകൾ അറിയാം നമുക്ക്. അതിന്റെ അവിടുത്തെ മനോഹരമായ അതിമനോഹരമായ കാഴ്ചകളല്ലേ, അതെല്ലാം ഞങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ട് മൊത്തം. സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്, സ്റ്റണ്ടുണ്ട്. നല്ല ഒരു സ്റ്റണ്ടുണ്ട്. എല്ലാം ഇതിനകത്തിലെല്ലാം ഒരു മിക്സാണ്. ഒരു മിക്സ് കഥയാണ്, ഒരു നാട്ടിൻപുറത്തെ കഥയാണ് പറയുന്നത്. അരിസ്റ്റോ സുരേഷ് സാറിനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ചോളം ഞാൻ വലിയ ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പണ്ടത്തെ ഒരു പാട്ട് ശ്രദ്ധേയമായിരുന്നു, അതെ. എന്നെ സംബന്ധിച്ചോളം ഞാൻ ആദ്യം അഭിനയിക്കുന്നത് തന്നെ മമ്മൂട്ടിയുടെ പടത്തിലാണ്. അത് ബൽറാം വേഴ്സസ് താരാദാസിനകത്ത് അതിനതിൽ അഭിനയിക്കും. പിന്നെ അത് കഴിഞ്ഞ് പൃഥ്വിരാജിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ലാലേട്ടന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസർ മാത്രമല്ല, ഞാൻ ഏകദേശം എനിക്കൊന്ന് ചെറിയ ഒരു സീനുകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ ആദ്യം വലിയ താല്പര്യമില്ലായിരുന്നു. ഡയലോഗ് സംഭാഷണ രീതിയൊക്കെ ഉണ്ട്. സംഭാഷണം ഇല്ലാത്തത് എനിക്ക് തോന്നുന്നത് കുറച്ച് പടങ്ങളേ ഉള്ളൂ, സംഭാഷണം ഇല്ലാത്ത പടങ്ങൾ. പിന്നെ നമ്മുടെ റൈസ് സിദ്ദിഖ് സാറ് സിനിമയിലേക്ക് വന്ന എങ്ങനെയാണ്? സിനിമയിലേക്ക് ഇദ്ദേഹത്തിന്റെ സിനിമയിൽ വന്നത് ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ വന്ന് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പം ഞാൻ ഇത്രയും കാലം എടുത്ത് ഇതിൽ വ്യത്യസ്തമായ ഒരു കഥയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്. ഇതിന്റെ ഒരു പുതുമ പറയുന്നത് സ്ക്രിപ്റ്റ് എഴുതിയ ആള് തന്നെയാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. അതിന് വേറെ കഥയുണ്ട് ആണല്ലേ? ഇതിന് ഈ സ്ക്രിപ്റ്റ് എഴുതിയ ആളിനെ തന്നെ നായകനാക്കിയതിന് വേറെ കഥയുണ്ട്. ആ കഥ ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഇത് വേറെ ആളിനെയാണ് പലരെയും നമ്മൾ പോയി ഇത് കണ്ട് സംസാരിച്ചു. ഇങ്ങനൊരു ഇത് പൊട്ടൻ കഥാപാത്രമാണല്ലോ. പൊട്ടൻ കഥാപാത്രവും വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൊട്ടൻ കഥാപാത്രവും അതുപോലെ തന്നെ ഈ ഞൊണ്ടിയാണ് ഈ കഥാപാത്രം നടക്കുന്നത്. അപ്പൊ പൊട്ടനായിട്ട് അഭിനയിക്കണം, ഞൊണ്ടുകയും വേണം, ഇതെല്ലാം കൂടെ എല്ലാവർക്കും പറ്റുന്നില്ല. പണ്ടത്തെ മമ്മൂക്കന്റെ ഒരു പടം പോലെ അല്ലേ? അതെനിക്ക് ഓർമ്മയില്ല പടം. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും വന്നിട്ട് അവർ ചിലർ പറയുന്നത് നമുക്ക് പറ്റത്തില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഈ ചെയ്യാം എന്ന് പറയുന്നവർ നമ്മളോട് വലിയ എമൗണ്ടാണ് ചോദിക്കുന്നത്, ഹ്യൂജ് എമൗണ്ടാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഈ ചെറിയ ഒരു സബ്ജക്റ്റ് വലിയ പൈസ കൊടുത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ റൈസിനെ നമ്മൾ ഒന്ന് റൈസ് അദ്ദേഹമാണുള്ള കഥ എഴുതി. ഈ കഥ എഴുതിയ ആളിന്റെ മനസ്സിൽ അഭിനയത്തോട് താല്പര്യമുണ്ടായിരുന്നു. താല്പര്യം ഞങ്ങൾ ആക്കിയെടുത്തത്. കാരണം അദ്ദേഹം ആണല്ലോ ഈ കഥ എഴുതിയത്. ഈ കഥ എഴുതിയപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീനിലെ കഥ അറിയണമെന്നുള്ളൊരു അത് തന്നെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു പൊട്ടൻ കഥാപാത്രം ഉണ്ടാവുമല്ലോ, ഇത് രൂപപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അതാണ് ഞങ്ങൾ ചിന്തിച്ചത്. അപ്പൊ ഞാൻ തിളക്കത്തില് ദിലീപേട്ടനെ കടത്തി വിട്ടോ. അത് സിനിമ കണ്ടിട്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ നമ്മുടെ പ്രേക്ഷകരാണ്. സാധാരണ പൊട്ടൻ കഥാപാത്രം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ദിലീപേട്ടനാണ്. പച്ചക്കുതിരി ആണെങ്കിലും തിളക്കമാണെങ്കിലും ഒക്കെ ചെയ്യുന്നത്. ഇത് വേറൊരു വെറൈറ്റി പൊട്ടൻ കഥാപാത്രമാണ്. അങ്ങനെയാണ് ഈ പടത്തിനൊരു അവാർഡ് പ്രതീക്ഷിക്കുന്നുണ്ടോ സാർ? അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പിന്നെ നമ്മുടെ കേരളത്തിലെ കാര്യം അറിയാമല്ലോ. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പല പടങ്ങളും അവാർഡിന് അയച്ചിട്ട് കേരളത്തിൽ ഉള്ളവർ അവര് പറയുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ. ഏതാ ജൂറി പറയുന്നത്? ഞാൻ ചോദിച്ചപ്പോ പറയുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ, നിങ്ങൾ അയച്ചിരുന്നോ എന്നാ ചോദിച്ചു. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ കുറ്റപ്പെടുത്തുകയല്ല, ഞാനിത് സത്യം പറയാൻ പച്ചയായിട്ട് പറയാം. ഈ കാക്കത്തുരുത്തെന്ന് പറയുന്ന ഒരുപാട് അവാർഡുകൾ വാരിക്കോരിയിട്ടും നമ്മുടെ കേരളത്തിൽ അവർ പറയുന്നത് ഞങ്ങൾ കണ്ടില്ല എന്ന്. ആ സിനിമ നിങ്ങൾ അയച്ചിരുന്നോ ചോദിച്ചത്. അങ്ങനത്തെ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് അവാർഡ് നമ്മുടെ കേരളത്തിൽ കിട്ടുമോന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വെളിനാടി ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇപ്പോൾ റിലീസ് ആകുന്നുണ്ടല്ലോ. ഇപ്പോൾ സാറിന്റെ പടത്തിനൊപ്പം തന്നെ കുറേ പടം മത്സരിക്കുന്നുണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? അതിനകത്തിൽ ഇപ്പം ഞാൻ കഥയും തിരക്കഥയും മറ്റ് ഡയറക്ഷനും ഒക്കെ നല്ലതാണെങ്കിൽ നമ്മുടെ പടം
ഓടും. അതിനകത്തില്ല മറ്റാരും നോക്കത്തില്ല ഇതിനകത്ത് ഈ പിന്നെ ആക്ടറിൽ വലിയ നടന്മാരുണ്ടോ നടിമാരുണ്ടോ ഒന്നും നോക്കത്തില്ല. പടം ജനത്തിന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ജനം കയറി കണ്ടിരിക്കും. അത് ഉറപ്പാണ്. അത് നമ്മുടെ കേരളത്തിൽ നമുക്കറിയാമല്ലോ. ഇപ്പം ചെറിയ പല സിനിമകളും പുതിയ നടിയെയും നടനെയും ഒക്കെ വെച്ചെടുത്തിട്ട് ആ സിനിമകളെല്ലാം വിജയിച്ചില്ലേ? കോടികൾ വാരിയ സിനിമകളുണ്ട്. പ്രേമലു എന്ന് പറഞ്ഞ പടം ഞാനിപ്പോ ഞാൻ പറയാൻ വരികയായിരുന്നു. ഞാൻ ആദ്യം മറ്റേ ട്രെയിലർ കണ്ടപ്പോൾ പടം 8 നിലയെ പൊട്ടുന്നാ പ്രതീക്ഷിച്ചത്. പക്ഷെ ആ പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് പറഞ്ഞില്ല, അതിന് പറഞ്ഞില്ല പടം ആ പടം വലിയ പ്രതീക്ഷ ഇല്ലായിരുന്നു കണ്ടപ്പോ. ആർക്കാരും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതെല്ലാം കോടികൾ വാരി എന്ന് വിചാരിച്ചു നമ്മുടെ ഈ പടം പ്രേക്ഷകർക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രേക്ഷകർക്ക് നടന്മാരല്ല കഥയാണ്. അതുകൊണ്ടാണ് അപ്പൊ കഥ നല്ലതാണ്. കഥയും തിരക്കഥയും മറ്റു കാര്യങ്ങളും അതിന്റെ പിന്നിലുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ലതാണെങ്കിൽ സിനിമ ഓടും, ആൾക്കാർ കാണും. ഏതാ സിനിമ തിയേറ്ററുകളിൽ ഓടി ആൾക്കാർ തീർച്ചയായിട്ടും പ്രേക്ഷകർ കാണുമെന്നുള്ളതാണ് എൻ്റെ. പിന്നെ സിനിമ ടിക്കറ്റിന്റെ ചാർജ് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? പക്ഷെ അത് എനിക്കതിനകത്ത് അതിനെപ്പറ്റി വലിയൊരു അഭിപ്രായമില്ല. കാരണം നമ്മളിങ്ങനെ ഈ പാവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ചെറിയ ജോലിക്കാരാണ് സിനിമ. പണ്ട് ഞാനൊക്കെ ചെറുതിലേക്ക് സിനിമയ്ക്ക് പോയ സമയത്ത് 30-50 രൂപയൊക്കെയായിരുന്നു ടിക്കറ്റിന്. ഇപ്പോ പടത്തിന് 100, 160 വലിയ വലിയ ക്ലാസ് ആണെങ്കിൽ 500 വരെ ഉണ്ട്. മൾട്ടിപ്ലസിലൊക്കെ 500 രൂപയാണ്. പക്ഷെ ഇപ്പൊ എല്ലാം ഈ ചെറിയ നമ്മുടെ സാധുക്കളാണല്ലോ ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഉള്ളവർ അവരുടെ വീട്ടിൽ ഇരുന്നായിരിക്കും ചിലപ്പോൾ കാണുന്നത് അല്ലേ? ഇപ്പൊ ഹോം തിയേറ്ററുകളാണ് കൂടുതൽ. മിക്ക വീടുകളിലും തിയേറ്റർ സെറ്റപ്പ് വരെയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. തിയേറ്റർ സെറ്റപ്പ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും. ഞാൻ പലയിടത്തും പോകുമ്പോൾ ഞാൻ മിക്കവാറും ചിലരെയൊക്കെ കാണാൻ പോകുമ്പോൾ അവരുടെ വീട്ടിൽ തിയേറ്റർ സെറ്റപ്പാണ്. അപ്പം അവരെ തിയേറ്ററിൽ പോകും. എന്നാലും ഇപ്പോ മമ്മൂക്കാന്റെ പടം ടർബോ ഒക്കെ അതൊക്കെ അതിപ്പോ നമ്മൾ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്താണ്. ഈ അടുത്തിറങ്ങിയ തലവനും പ്രതീക്ഷിക്കാണ്ട് വിജയിച്ചതാണ്. അതിനെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സിനിമകളും വിജയിക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഈ സിനിമയ്ക്ക് ഇപ്പോഴും നമുക്കൊന്നും വിലയിരുത്താൻ പറ്റില്ല. സിനിമ ആൾക്കാർ നമ്മുടെ ജനം പോയി കാണുക, കണ്ടിട്ട് വിലയിരുത്തട്ടെ. ഇപ്പൊ ആൾക്കാരെ പുതുമുഖങ്ങളുടെ സിനിമകളൊക്കെ യൂട്യൂബിൽ റിലീസ് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? പക്ഷേ യൂട്യൂബിൽ റിലീസ് ചെയ്യാന്ന് അതല്ല എൻ്റെ അഭിപ്രായത്തിന്. തിയേറ്ററിൽ തന്നെ നമ്മൾ റിലീസ് ചെയ്യണം. ഇപ്പോൾ ഓരോ നടന്മാരും എഫോർട്ട് എടുത്ത് ചെയ്യുമ്പോൾ അവര് സ്ക്രീനിൽ കാണണമെന്നായിരിക്കുമല്ലോ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ പുതുമുഖമായിട്ട് കുറെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വരുന്നത്. അതെ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ തിയേറ്റർ റിലീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെലവുകളുണ്ട്. ചിലപ്പോൾ അത് റിട്ടേൺസ് വന്നില്ല. പടം ഓടിയില്ലെങ്കിൽ, പടം തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ ചിലപ്പോൾ അത് റിട്ടേൺസ്. ചില പടങ്ങൾക്ക് പ്രിവ്യൂ ഷോ ഒക്കെ വെക്കാറുണ്ട്. അതിനെ പറ്റിയൊക്കെ എന്താ അഭിപ്രായം? പ്രിവ്യൂ ഷോ പണ്ട് ഞാൻ എല്ലാ പടത്തിനും വെക്കുമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഒരു 2-3 പടത്തിന് ഞാൻ അത് വെച്ചിട്ടില്ല. കാരണം എനിക്കതൊരു നല്ലതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പലർക്കും പല അഭിപ്രായം. പ്രിവ്യൂ ഷോ വെച്ചിട്ട് തിയേറ്റർ റിലീസ് ചെയ്യാത്ത പല സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഓടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഓടും. സിനിമ നല്ലതാണോ, ജനം ഇഷ്ടപ്പെട്ടോ സ്വീകരിച്ചോ, ആ സിനിമ തിയേറ്ററിൽ ഓടിയിരിക്കും. ഇപ്പൊ പടം ഓടാൻ വേണ്ടി സെലിബ്രിറ്റീസിനെ കൊണ്ട് റിവ്യൂ പറയുന്നു. സാധാരണ നോർമൽ ഓഡിയൻസിനെ കൊണ്ട് അധികം പറയിപ്പിക്കാണ്ട് സിനിമ ആർട്ടിസ്റ്റിനെ കൊണ്ടും നടന്മാരെ കൊണ്ടും വിളിച്ചു വരുത്തി സിനിമയ്ക്ക് റിവ്യൂ പറയിപ്പിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അതിനകത്തിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ഇതിപ്പോ ആരെയും പറഞ്ഞാലും സിനിമ എത്ര പിന്നെ വലുതാ അവർ പറയുകയാണ് അത് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ അവർ വന്ന് സിനിമ കാണത്തുള്ളൂ. ഇനി അല്ലാതെ ഏത് വലിയ ആർട്ടിസ്റ്റ് വന്ന് പറഞ്ഞു ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴേ രാഷ്ട്രീയക്കാരൊക്കെ വന്ന് സിനിമ കാണാറുണ്ട്. പിന്നെ ഓരോ സിനിമകളുടെ പേരെടുത്ത് പറയുന്നില്ല, പ്രശ്നമാവും. അപ്പോൾ ചില സിനിമക്ക് കുട്ടികളെ കൊണ്ടുവന്ന് സിനിമ കാണിക്കുന്നു യൂണിഫോം ഇട്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെ താങ്കളുടെ അഭിപ്രായം? അതിനകത്തിലൊന്നും യാതൊരു എനിക്ക് അതിനകത്ത് വലിയ അഭിപ്രായമൊന്നുമില്ല. അതൊക്കെ ഞാൻ പറയാം. അത് ഇനി കുട്ടികളല്ല വലിയവരല്ല ആര് വന്നു പറഞ്ഞാലും ഇപ്പൊ പഠിക്കേണ്ട പ്രായമല്ലേ? ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന യൂണിഫോം ഇട്ട് സിനിമയ്ക്ക് അതൊക്കെ ഒരു ബാലൻസ്യം എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലാതെ അതൊരു ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ, ഇപ്പൊ പെരേര ചോദിച്ചതിനൊരു മറുപടിയാണ്. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രായ വ്യത്യാസമല്ല. എല്ലാവരും സിനിമ സ്നേഹിക്കുന്നവരാ അല്ലേ? പണ്ടൊക്കെ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കാറുണ്ട്. ഇപ്പോഴാണ് കുറവ്. ഒരു സിനിമ കാണാൻ വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് പൈസ 5 രൂപയും
10 രൂപ 5 രൂപ 5 രൂപ ചിത്രം കിലുക്കം ഇതെല്ലാം നമ്മള് അതെ സ്കൂളിൽ കാണുമായിരുന്നു. ഇന്നാണ് ഇവിടെ കുറവ് വന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെരേര കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ സിനിമ ഒരു കൊച്ചു സിനിമയാണ്. ഈ സിനിമ നമുക്ക് എന്താ പറഞ്ഞ ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സിനിമ ഒരു നല്ല സിനിമയാണ്. പക്ഷേ ഈ നായകൻ എന്താ പറയാനുള്ളത്? നായകൻ എന്താ പറയാ? സിനിമയെ കുറിച്ച് ഞാൻ തന്നെ പറയുന്നത് മോശമല്ല. എന്നാലും പുതുമുനടൻ ഒരു കഥാകൃത്ത് നിലയിൽ വലിയ വലിയ സ്റ്റാറിനെ നോക്കിയപ്പോൾ വന്നില്ല. അങ്ങനെ അല്ല, ഈ സിനിമയ്ക്ക് വേണ്ടി 2-3 നടന്മാരെ സമീപിച്ചപ്പോൾ കിട്ടിയില്ല സമയത്ത്. അല്ല, അത് ഞാൻ പറയാം. ഡയറി കാര്യങ്ങൾ പെരേര പറയാം. ഇപ്പൊ അങ്ങനെ കുറെ സിനിമകൾ നമ്മുടെ റാഞ്ചി റാസ് സ്പീക്കിങ്ങില് ജയറാമേട്ടൻ വരേണ്ട റോള് സായികുമാരേട്ടൻ ചെയ്തു. പണ്ടത്തെ അങ്ങനെ മമ്മൂക്ക എന്തോ കമ്മീഷണറിൽ ചെയ്യേണ്ട വേഷം സുരേഷ് ഗോപിച്ചന് ചെയ്തു. ഏകല്യവൻ അങ്ങനെ ഒരു നിമിത്തമാണ് അതൊക്കെ. നമ്മൾ എവിടെ എത്തണമെന്ന് മുകളിലിരിക്കുന്ന ആള് തീരുമാനിക്കും. അപ്പൊ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചെന്ന് വരും. അതുകൊണ്ട് നമ്മൾ ഇതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയാം. പക്ഷെ ഇത് ഒരു കാര്യം, ഇവിടെ പൈസ കൊണ്ടേ ഇവിടെ പറയാം. ഈ സിനിമ ഒരു കൊച്ചു സിനിമയാണത്. ഇത് വിലയിരുത്തി കാണേണ്ട ഒരു സിനിമയാണ്. കാരണം മുൻ ചിത്രങ്ങളും സാറിന് നല്ല മൂവീസ് ആയിരുന്നു. അതെ, അതിനുപരി ഇതിനകത്തില്ലെന്ന് പറഞ്ഞാൽ ഈ സിനിമ 6 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ 7ാമത്തെ വർഷമാകും ഇത് പൂർത്തീകരിച്ചിട്ട്. 7 വർഷമായി. അതിനിടയിൽ പ്രളയം വന്നു അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. കോവിഡ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞപ്പം മഴ, ഭയങ്കര മഴയായി വീണ്ടും. കാരണം പരീക്ഷണമായിരുന്നു അല്ല, അവിടുത്തെ കാലാവസ്ഥ അറിയാമല്ലോ, നമ്മുടെ വാഗമണ്ണിലെ കാലാവസ്ഥ അറിയാമല്ലോ. അതുപോലെ കുട്ടിക്കാലത്തിന്റെ ഈ കാലാവസ്ഥകൾ ഞങ്ങൾക്ക് പ്രതികൂലമായിട്ട് വന്നു. അങ്ങനെ കുറച്ച് നാൾ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങിയപ്പോഴാണ് കോവിഡ് വന്നത്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങൾ കടന്നിട്ടാണ് ഈ സിനിമ ഇവിടെ വരെ എത്തിച്ചത്. പിന്നെ ചോദിക്കാനുള്ളത്, ഒരു കഥ പറയുന്ന നേരത്തിന്റെ ക്യാമറ വർക്ക് ആരാ ചെയ്തിരിക്കുന്നത്? അതില് DOP SC ലയരാജാണ്, തമിഴ് ക്യാമറമാനാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എത്ര ദിവസം എടുത്തു ഷൂട്ട് ചെയ്യാൻ മാത്രം പറയാം? ഞങ്ങൾക്ക് ഡേറ്റ് ഫിക്സ് അറിയത്തില്ല. കാരണം അറിയാം, ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. 7 വർഷമായിട്ട് ഷൂട്ട് ചെയ്തോണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്യും ഇങ്ങനെ. അപ്പൊ നമുക്ക് ദിവസം കൗണ്ട് ചെയ്തിട്ടില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് കാത്തിരിപ്പിന് ശേഷം വരുന്നൊരു മൂവിയാണ്. ഇത് കഴിഞ്ഞ ആഴ്ച ഷൂട്ട് ചെയ്ത മൂവിയല്ല. ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് കാത്തിരിപ്പിന് ശേഷം. ചില സിനിമകൾ പകുതി എത്തുമ്പോൾ നമുക്കൊരു മനസ്സുകൊണ്ട് നിരാശ തോന്നും. ഏത് കാര്യം നമ്മൾ കാത്തിരിക്കാനുള്ളൊരു മനസ്സാണ് അല്ലേ? തീർച്ചയായും ആ മനസ്സ് ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ വരാൻ വേണ്ടി എത്ര വർഷമാണെങ്കിലും ഇതിന് പുറകെ പ്രവർത്തിച്ച് ഈ മനസ്സോടുകൂടി ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചാൽ വലിയൊരു കാര്യം അല്ലേ? ഒരു പിണക്കങ്ങളോ ഇണക്കങ്ങളോ അല്ല. അതായത് ഒരു പിണക്കോ ഇല്ലാണ്ട് നിങ്ങൾ രണ്ടുപേരും ഇരിക്കാന്ന് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ചില കാര്യങ്ങൾക്കുണ്ട്, ചില ആളുകൾ കുറച്ച് കഴിവില്ല. ഞങ്ങൾ ഇതുവരെ പിണങ്ങിയിട്ടില്ല. അതാണ് ഈ സിനിമയുടെ വിജയം. നിങ്ങൾക്ക് കാത്തിരിക്കാനുള്ള മനസ്സുണ്ട്. ആ കാത്തിരിപ്പിന് തീർച്ചയായിട്ടും ഈ സിനിമ ആ ഒരു വിജയം തരും. അതുപോലെ തന്നെ ഇതിനകത്തിലെ നായിക വന്നതും നമ്മള് ഈ പ്രതീക്ഷയുടെ കൂടിയല്ല. നമ്മുടെ ഈ നായികയല്ല, തമിഴ് നായികയാണ്. ഒരു തമിഴ് നായികയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ വേറെ കാര്യം വേണ്ടേ, ഇതുകൊണ്ടാ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന് പറഞ്ഞത്. പക്ഷെ മണമുണ്ട്. ഈ സിനിമ കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒരു കഥ പറയുന്നതാണ് സിനിമ കാണുക. നമ്മുടെ റായ് സിദ്ദിഖ് സാർ നായകനായിട്ടും ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ മധുസൂദൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. ഞാൻ ഈ സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു കള്ളഷാപ്പ്, ഒരു നാടൻ പാട്ടാണ്. ഞാൻ അങ്ങനെ ഒരു ഭാഗ്യം കൂടെ എനിക്കുണ്ടായിട്ടുണ്ട്. രണ്ടുപേരും പാടാമോ സാറേ? രണ്ടുപേരും പാടിട്ട് കൊടുക്കും. എനിക്കെൻ്റെ അമ്മു അമ്മച്ചിയെ, എനിക്കെൻ്റെ അമ്മു അമ്മച്ചിയെ, എനിക്കെൻ്റെ അമ്മു വയറ് കത്തി പുകയിടൻ്റെ അമ്മു, കഞ്ഞി കുടിക്കാൻ കാശില്ലാണ്ട് വലയിടൻ്റെ അമ്മു, അമ്മച്ചിയെ വലയിടൻ്റെ അമ്മു, എനിക്കെൻ്റെ അമ്മു അമ്മച്ചിയെ, എനിക്കെൻ്റെ അമ്മു അമ്മച്ചിയെ, എനിക്കെൻ്റെ അമ്മു. ഇത് എന്തെങ്കിലും ഗാനമേളയ്ക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞു തീർത്തില്ല. കാരണം ഞാൻ മുറ്റത്തും പള്ളിക്ക് മണമില്ലാന്ന് വേറെ രീതിയിലല്ല. പിന്നെ നിങ്ങൾ തമിഴ് വരെ പോയി. പക്ഷെ വീട്ടിലുള്ള കുട്ടിയെ പെട്ടെന്ന് നമ്മള് ചിന്തിക്കില്ല. നായികയായിട്ട് സാറിന്റെ മോളാണ്. ഒരു കാര്യം
റോഷ്നി മധു അല്ലേ? അപ്പോൾ നായികയായിട്ട് റോഷ്നി മധു ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വരുന്ന 14-ാണ് റിലീസ്. ഇവ റോഷ്നി മധുവിനെ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു. അതിലിവർ ഈ സിനിമ ഹിറ്റായി കഴിയും പറയും എന്നെ മോളെ നേരത്തെ തീരുമാനിച്ച മതിയായിരുന്നു. തെലുങ്കിലെ കന്നഡയിൽ പോകണ്ടാണ് അല്ലേ? സത്യം ഞാൻ പറഞ്ഞ മുറ്റത്ത് മുല്ലയ്ക്ക് നമ്മൾ ചിന്തിക്കില്ലോ അവിടെ നിന്ന് നടീനെ കൊണ്ടുവന്ന അടിപൊളിയായിരിക്കും, നമ്മൾ അങ്ങനെ ചിന്തിക്കും. പക്ഷെ അതിലും നന്നായിട്ട് പെർഫോമൻസിന്റെ മോളും നമ്മുടെ നാട്ടിലുള്ളതായിരിക്കും നല്ല പെർഫോമൻസ് ചെയ്യണം. അന്യനാട്ടിൽ നിന്ന് നമ്മൾ വെറുതെ പൈസ കൊടുത്ത് കൊണ്ടുവരാന്ന് മാത്രമേ ഉള്ളൂ. ആ ഇതിപ്പോ മലയാളത്തിൽ തുളുമ്പുന്ന ഒരു കഥാപാത്രം നമുക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ നായകനും നായികയും പുതുമുഖങ്ങളാണ്. മകള് പിന്നെ ചെറിയ ചെറിയ പടങ്ങൾ, കുറെ പടങ്ങൾ. അല്ല അത് കുട്ടി നല്ല ഫേസ് സോഷ്യൽ മീഡിയയിൽ എന്ന് വെച്ചാൽ എന്തെങ്കിലും റീൽസോ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് അല്ലേ ഒരു ഫേമസ് ആണ്. അത് കണ്ടിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക്. അല്ല ഇൻസ്റ്റാഗ്രാമില്. പിന്നെ വേറെ കേസുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ സിനിമാ മേഖലയാണെങ്കിൽ പിടിച്ച പേരല്ല, സിനിമാ മേഖലയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഫേസ് ജനങ്ങളിലേക്ക് എത്താൻ വലിയൊരു ഭാഗ്യം തന്നെയാണ് അല്ലേ? ഇതിപ്പോ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ഫേസ് എത്തുക എന്ന് പറഞ്ഞ വലിയൊരു അനുഗ്രഹമാണ് അല്ലേ? പിടിച്ചേ നെഗറ്റീവായിട്ട് പോസിറ്റീവ് ആയിക്കോട്ടെ. നെഗറ്റീവ് ഇല്ലാത്ത ആർക്കുള്ള എല്ലാവരെയും നെഗറ്റീവ്, കാരണം ചിലവരെ തകർക്കാൻ വേണ്ടി ചിലവരെ ഇങ്ങനെ തിരിക്കണം. എല്ലാവരും അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുന്ന നെഗറ്റീവ് കമന്റുകൾ തകർക്കാൻ വേണ്ടി. ഞാൻ ഉദാഹരണം പറഞ്ഞേ, നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടല് ഉണ്ടെന്ന് വെച്ചു, നല്ല ഫുഡാ, അതിന്റെ താഴെ പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഛർദ്ദിച്ചു, അത് എഴുതിപ്പിക്കണവര് മറ്റേ ഹോട്ടലുകാരായിരിക്കും അല്ലെ? അങ്ങനെ വരും. പക്ഷെ നമ്മളെന്തായാലും ചിന്തിച്ചേ ഈ ഹോട്ടലിൽ കയറണോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കമന്റ്സ് എഴുതുന്നവര് ഒരു തകർക്കാൻ ശ്രമിക്കുന്നത്. ഇതിനകത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നെഗറ്റീവായിട്ട് ഞങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുക. ആശംസകൾ പറയാൻ ആർക്കും പറ്റില്ല. ഇല്ല, അവരെപ്പോഴും ചിലപ്പോ ചില സിനിമകൾ വെച്ച് താരതമ്യം ചെയ്യും. അതുകൊണ്ടാണ് എന്താ അഭിപ്രായം? താരതമ്യം ചെയ്യുമ്പോൾ വലിയ സിനിമകൾ വെച്ച് ഞാൻ പറഞ്ഞല്ലോ, വലിയ സിനിമകൾ വെച്ച് താരതമ്യം ചെയ്യുമ്പം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാനിപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, നിങ്ങൾ വലിയ വലിയ സിനിമകളാണല്ലോ എടുത്തത്, വലിയ ആർട്ടിസ്റ്റിനെ വെച്ചുകൊണ്ടാണല്ലോ എടുത്തത്, എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ഇങ്ങനൊരു സാഹസ്യത? സാർ ഒരു കാര്യം, വലിയ സിനിമ നോക്കണ്ട, ഇതില് ഹീറോ കഥയാണ്, കഥ നന്നായ മതി. വലിയ നടന്മാരൊന്നും വേണ്ട, കഥ നന്നായി കഴിഞ്ഞാൽ ജനങ്ങൾ സ്വീകരിച്ചിരിക്കും. ആ കഥാപാത്രമായിട്ട് ഇപ്പൊ സാറ് ചെയ്യുന്ന കഥാപാത്രം, ആ കഥാപാത്രം ജനങ്ങൾ സ്വീകരിച്ചപ്പോ രാഷ്ട്രീയക്കാരനായിട്ടല്ലേ, ആ ഒരു കഥാപാത്രം ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അതിൽ വേറെ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നില്ല, ഇദ്ദേഹം ചെയ്യുന്ന നായക വേഷം, ആ കഥാപാത്രം ഇദ്ദേഹം അഭിനയിച്ച് പൊലിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മനസ്സിൽ കയറി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, തിരിച്ച് എന്തായാലും നായക നിരയാണെങ്കിലും നെഗറ്റീവ് റോളും ചെയ്യാൻ സാധിക്കും. കാരണം ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. നെഗറ്റീവ് റോളും ചെയ്യാം, പോസിറ്റീവ് ചെയ്യാം. ഫേസില് ഇദ്ദേഹത്തിന് ഫേസ് സെന്റിമെന്റ്സ് ചെയ്യാൻ പറ്റും. സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യും, വില്ലൻ വർക്കൗട്ട് ചെയ്യും. കോമഡി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇത് രണ്ടും ഷുവറാണ്. ആരും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടോ? വില്ലൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊരു നായകനും ചെയ്യാം. നായകൻ ചെയ്യുമ്പോൾ സെന്റിമെന്റ്സ്, നിങ്ങളുടെ കണ്ണുകളുടെ സെന്റിമെന്റ്സ് അതല്ല, സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യും. ഈ സെന്റിമെന്റ്സ് കണ്ണുകൾ ആക്ടിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളുണ്ടല്ലോ, ഒരാളോട് ഇപ്പൊ ദേഷ്യപ്പെടുന്ന എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടും, നീ എന്നാ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ സീന്. ഇപ്പൊ നമ്മൾ അത് കൂളായിട്ട് എന്നടാ വില കഴിച്ചിട്ട് പോടാവേ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ വരും. അപ്പൊ ആ കണ്ണുകളിലത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സന്തോഷം, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്. പിന്നെ നായകനോട് ചോദിക്കാനുള്ളത്, അപ്പോൾ ആക്ടിങ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കഴിവാണല്ലോ, ആക്ടിങ് പഠിച്ചാൽ കിട്ടുന്നതാണോ? പഠിച്ചാൽ കിട്ടുന്ന ജന്മനെ ഉണ്ടാവും. പിന്നെ പഠിക്കുന്നതല്ലാണ്. ഗ്രൂമിങ്ങും ആക്ടിങ് വർക്ക്ഷോപ്പ് ഒക്കെ കുറെ നല്ല നടക്കുന്നുണ്ട്, ഫേക്ക് നടപ്പുണ്ട്. അതിനെ പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം? കാസ്റ്റിംഗ് കോളൊക്കെ ഈ മോശമായിട്ടൊക്കെ ചെയ്യുന്നു, അതിനെ കുറിച്ച് പറഞ്ഞിട്ടല്ലോ വരെ, അതൊക്കെ ഒരുപാട് അതൊക്കെ ഉണ്ടാവും. നല്ലത് തെരഞ്ഞെടുത്ത് പോകും. അതിനെ കുറിച്ച് നമ്മളിവിടെ നമ്മുടെ സിനിമയെ കുറിച്ച് പറയാൻ വന്നത്. അപ്പൊ എന്തായാലും ഇത്ര നേരം നല്ല രീതിയിൽ പോയി. അപ്പൊ സിനിമ വിജയിപ്പിക്കുക. അപ്പൊ നമുക്ക് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് സാറിന് ആ പാട്ടൊന്നും കൂടെ എല്ലാവരും ആഘോഷം താളം പിടിച്ച് ഫിനിഷ് ചെയ്യാം. എനിക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് പാടുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി ഈ പാട്ടൊന്ന് തിരിച്ചു പാടണം. പാട്ടൊന്നും പാടാമോ? എനിക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് പാടാം. അത് വേണ്ട, ഇതിപ്പോ യൂട്യൂബിൽ ഇടുവാണെങ്കിൽ അത് കോപ്പിറൈറ്റ് വരും. നിങ്ങളുടെ പാട്ടാണെങ്കിലും 4 പേര് സാറ് പാടുന്ന കൂടെ പാടാം. സാറ് പറഞ്ഞ കൂടെ പറഞ്ഞ ഞങ്ങൾ കൂടെ പാടാം കേട്ടോ. ഇത് വേണം കട്ട് ചെയ്യണം. എനിക്കെന്തമ്മോ അമ്മച്ചിയെ, എനിക്കെന്തമ്മോ എനിക്കെന്തമ്മോ അമ്മച്ചിയെ, എനിക്കെന്തമ്മോ എനിക്കെന്തമ്മോ വയറ് കത്തി പോകണന്തമ്മോ
കഞ്ഞി കുടിക്കാൻ കാശില്ലാണ്ട് വലയിണന്തമ്മു അമ്മച്ചിയെ വലയിണന്തമ്മു എനിക്കെന്തമ്മു അമ്മച്ചിയെ എനിക്കെന്തമ്മോ അമ്മച്ചിയെ എനിക്കെന്തമ്മു അമ്മച്ചിയെ എനിക്കെന്തമ്മു എനിക്കെന്തമ്മോ അമ്മച്ചിയെ എനിക്കെന്തമ്മു എനിക്കെന്തമ്മു അമ്മച്ചിയെ എനിക്കെന്തമ്മു എനിക്കെന്തമ്മു വയറ് കത്തി പുകയിണന്തമ്മു കഞ്ഞി കുടിക്കാൻ കാശില്ലാണ്ട് വലയിണന്തമ്മു അമ്മച്ചിയെ വലയിണന്തമ്മു എനിക്കെന്തമ്മു അമ്മച്ചിയെ എനിക്കെന്തമ്മു എനിക്കെന്തമ്മു അമ്മച്ചിയെ എനിക്കെന്തമ്മു. സാറേ പാട്ട് ജനങ്ങളെ സ്വീകരിക്കും. കാരണം ഇത് നല്ല ഒരു ഷാപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പൊ നമ്മൾ ഇങ്ങനെ വന്നിരുന്ന് രണ്ടുപേരും പാടുന്ന നന്ദിയ പാട്ട് പാടാം. നമ്മുടെ മനുഷ്യന്റെ പാട്ടുകൾ ഓർമ്മപ്പെടുത്തുന്നു അല്ലേ? നാടൻ പാട്ട്. എന്നാലും ഇത് പഠിച്ച് ഞാൻ വേദികളിൽ പാടും. ഞാൻ പെരേര് വില്ലേജ് റിലീസ് കഴിഞ്ഞാൽ ഞങ്ങളൊരു പ്രൊമോഷൻ ഞാൻ പെരേരും തരും. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ പാടാൻ സന്തോഷം. ഓക്കെ, അപ്പൊ ഫിനിഷ് ചെയ്യാം. അപ്പൊ ഇത്രയും നേരം നമുക്ക് ഇന്റർവ്യൂ എന്ന നമുക്ക് ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും വിജയാശംസ നേരുന്നു. ഒരു കഥ പറയാവുന്ന സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആകട്ടെ. അവസാനമായിട്ട് നായകനായിട്ട് ചോദിക്കാം. എന്തായാലും വളരെ സന്തോഷം. പെരേരയ്ക്കും നമ്മുടെ അഭിലാഷനും സന്തോഷം. എന്തായാലും ഈ പടം വിജയമാകട്ടെ. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, കാണണം. അപ്പോൾ ഞാൻ കൂടെ അഭിലാഷ് ആട്ടായം, അലിൻ ജോസ് പെരേര. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സിനിമ നിങ്ങളെ എല്ലാവരും പോയി തിയേറ്ററിൽ കണ്ട് വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ സൈനിങ് ഓഫ് ചെയ്യുകയാണ്. ഇതുപോലുള്ള പുത്തൻ ഇന്റർവ്യൂ കാണാൻ വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ പ്രൊഡ്യൂസറുണ്ട്. അപ്പോൾ സൈനിങ് ചെയ്യാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടാറ്റ. ഒരു കാര്യം, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ വെറും പ്രൊഡ്യൂസർ അല്ല. ഇവിടെ പിടി സൂര്യൻ, അയാള്, വാസ്തവം, പിന്നെ സാറേ അങ്ങനെ ഒരുപാട് സിനിമകൾ ഹിറ്റ് പടങ്ങൾ ചെയ്തതാണ്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് സൂര്യൻ എന്ന സിനിമ. കാരണം ജയറാമേട്ടന് അത് ഒരു ഫീലിങ്സ് ഉണ്ട്. കാരണം ഒരു സാഹചര്യത്തിൽ ഗുണ്ടയായി മാറുന്നത് അത് വേറൊരു ലെവലാണ്. അപ്പൊ എന്തായാലും ആ മൂവീസൊക്കെ മലയാളത്തിൽ സമ്മാനിച്ച ആ സാറിന്റെ ഒരു സിനിമയാണ്. വലിയൊരു എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു കഥ പറയാൻ സിനിമയ്ക്ക് ഓക്കെ, അതിനും ആശംസകൾ. എല്ലാ സിനിമകൾക്കും സാറിന്റെ എല്ലാവരും വരുന്ന സിനിമകൾക്കും. അടുത്ത പടത്തിന്റെ പേര് എറിക് എന്നാണ്. കേട്ട പോലെ തോന്നുന്നു. അത് നമ്മുടെ ശങ്കറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അത് ശരി. ഓക്കെ, ഹൊറർ മൂവിയാണ്. സാറിന്റെ മൂവി അല്ലേ? ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞില്ലേ? അപ്പൊ അതിന് അഡ്വാൻസ് ആശംസകൾ. താങ്ക് യു. അപ്പോ ഒരു കഥ പറയുന്ന സിനിമയ്ക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടാറ്റ കൊടുത്ത്. ഓക്കെ.